ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മൾ ഇന്നത്തെ ഡേ ആൻഡ് ലൈഫിൽ കുറേ നമ്മളെ കമൻറ്റ് വന്നായിരുന്നു. നമ്മളെ ഡേ ആൻഡ് ലൈഫ് കാണിക്കാൻ നമ്മളെ കുറച്ച് സമയങ്ങൾ നമ്മൾ കാണിക്കാം. അതായത് രാവിലെ തൊട്ട് വേണ്ട നമ്മുടെ സ്കൂളിലെ ജനഗണമന പാടുക കേട്ടോ. ഹായ് പറഞ്ഞിട്ട് അപ്പൊ നമ്മള് പറഞ്ഞിരുന്നത് അപ്പൊ കുറച്ച് ഭാഗങ്ങൾ രാവിലെ കുറച്ച് ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടാം. പിന്നെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ലൈഫ് ഫുൾ നമ്മൾ ഇടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ കിട്ടും. നമുക്കൊന്ന് ചെറിയ രീതിയിൽ നമ്മൾ ഇന്നത്തെ ദിവസം രാവിലത്തെ കാര്യങ്ങൾ മാത്രം നോക്കാം. നമ്മൾ വീട്ടിലെത്തി, ചന്തയിൽ നിന്ന് മീനും വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തി. നമുക്ക് കുഴപ്പമില്ലാതെ മീൻ കിട്ടി. ഇപ്പം വീട്ടിലത്തേക്ക് ചക്ക അടക്കാനായിട്ട് പോവേണം. റബ്ബറൊക്കെ ഇന്നത്തെ കാറ്റത്ത് മഴയത്ത് പൊടിഞ്ഞൊക്കെ വീണം. രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പുള്ള കാറ്റത്ത് മഴയത്ത് ഒടിഞ്ഞൊക്കെ വീണ്. ഇതാണ് നമ്മുടെ പെരയിടം. നമ്മളെ ചക്കത നമ്മളെ പ്ലാവ് ഇവിടെ നിൽപ്പുണ്ട്. എവിടെ നില്ലേ നല്ലത് തന്നെ. ആദ്യമൊന്നുമില്ല. അയ്യോ പോയി. നമ്മളെ കാട്ടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. കാട്ടിനുള്ളിൽ പിന്നെ എടുക്കണം. പുല്ല് നമ്മുടെ പെരയുടെ മുഴുവൻ ഈ പുല്ലാണ്. പശുവൊക്കെ ഉള്ളവർ വീട്ടിൽ ഇവിടെ വന്ന് വെട്ടിക്കൊണ്ട് പോകും. അങ്ങനെ നമുക്കൊരു ചക്ക കിട്ടും. ഇന്നത്തേക്ക് എന്തൊക്കെയാണ് കൂട്ടാനെന്ന് വെച്ചാൽ ചക്ക കാണും, മീൻ കാണും, കിഴങ്ങ് കാണും. ഇതൊക്കെ ആയിരിക്കും. ഈ ചേട്ടൊക്കെ കൊണ്ട് വരട്ടെ. ബാ നമുക്ക് 50 രൂപ കിട്ടിയ മീൻ കാണിച്ചു തരാമേ. നമുക്ക് 50 രൂപയ്ക്കാണ് ഇന്ന് മീൻ കിട്ടിയത്. ആ പാത്രത്തിരിക്കുന്ന മീൻ എടുക്കാനമ്മ അമ്മ അങ്ങനെ വെച്ച നിങ്ങൾക്ക് ഇവിടെ ആണ് കിട്ടും. നമുക്കിവിടെ നമ്മുടെ ചന്തയിൽ പോയാൽ നമുക്ക് കിട്ടും. 50 രൂപ കിട്ടിയ നമുക്ക് കിട്ടിയ ചൂര കുട്ടിയാണ്. ചെറിയ ചൂരകളെ ഇത് എത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി. 2 മീനല്ല, ഒരു 6-7 മീനുണ്ട് കേട്ടോ. പിന്നെ എല്ലാം ബാക്കിയെല്ലാം അങ്ങോട്ട് വെച്ചാൽ ബാക്കി ചെങ്കലയൊക്കെ വാങ്ങിച്ചാണ്, അതൊക്കെ അങ്ങോട്ട് വെച്ച്. ഇനി ചക്കയിലോട്ട് ചക്ക കട്ടിക്കണം. അമ്മയ്ക്ക് വേണോ ചക്ക? ഇനിയിപ്പോൾ അമ്മയ്ക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുപോകണം വിചാരിക്കണം. നമുക്കിപ്പോൾ 2 ദിവസത്തേക്ക് ഇത് മതി. ഓ അത് വെച്ചില്ല. ഇതെവിടെ പോണം അമ്മ? വെട്ടി വെട്ടി ചക്ക കറങ്ങുമെന്നറിയാം. ചക്ക ഉരുളൻ ചക്ക ആ ചക്ക വെട്ടിയിട്ടുണ്ട്. കറങ്ങിയല്ലേന്ന് അറിയത്തില്ല കേട്ടോ. പഴുത്ത് 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 നോക്കിയേ. അടിഞ്ഞ് അടിഞ്ഞ് പഴുത്ത് പഴുത്തു 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 പഴുത്താ. സൂപ്പർ പഴുത്ത്. പാളിപ്പോയി, പണി പാളി, പഴുത്ത് ചക്ക.
അപ്പം ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മണി വരെ നമ്മളെല്ലാവരും കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് പുറത്തോട്ടൊക്കെ ഇറങ്ങി കേട്ടോ. ഇപ്പം ഒരു 12 ഫുഡ് കഴിക്കുന്നതൊന്നും എടുക്കില്ല, എടുക്കാനൊന്നും പറ്റില്ല. കാപ്പ് കുടിക്കുന്ന ഫുഡ് കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇത് ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പം പിന്നെയുള്ളത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ വീടിൻ്റെ പുറത്തിരിക്കുകയാണ്. അപ്പോൾ പുറത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ബാക്കിയുള്ള നമ്മളെ വീടും വീടിൻ്റെ ഫ്രണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. താഴെ ഇതിൽ ഒരു ഇറക്കമാണ്, ഒരു കുത്തിറക്കമാണ്. ഇറങ്ങാൻ താഴെ വയലാണ്. ഇത് കംപ്ലീറ്റ് പണ്ട് വയലായിരുന്നു. അതായത് ഇവിടെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ, നെൽകൃഷി ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം കേട്ടോ, അങ്ങോട്ട് പോവാം. പിന്നെ നമ്മളെ വീട് ഇതാണ് വീട് കേട്ടോ. മോളവശത്താണ് നമ്മളെ റൂം വരുന്നത്. അവിടെ കാണിച്ചു തരാം. ഇത് സിറ്റൗട്ടാണ് വരുന്നത്. വലിയ മണിമാളികയൊന്നുമല്ല, ചെറിയൊരു വീടാണ്. ചെറിയ വീടാണ് കേട്ടോ. ചെറിയ വീട്, പക്ഷേ ഒരുപാട് ചെറിയൊരു കുടുംബം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് താമസിക്കുന്ന ഒരു വീടാണ്. നമ്മുടെ വീട്ടിലെ നമ്മളെ കൂരയായിരുന്നു. അത് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തെടുത്തതാണ്. മിക്സല്ല, ഇത് വർക്ക് ചെയ്ത് ഞാൻ കവർ ചെയ്തെടുത്തതാണ്. നമ്മളെ വഴി യഥാർത്ഥത്തിൽ വഴി വരുന്നത് ഈ ഭാഗത്താണ് വരുന്നത്. പക്ഷെ അവിടെ നമുക്ക് അപ്പുറത്തെ ഒരു അക്കര, അതായത് വയലിൻ്റെ അക്കര, ഇതുവഴിയാണ് നമ്മൾ വയലിൻ്റെ അക്കര പോകുന്നത്. ഇതുവഴി ഇറങ്ങിയാൽ പോകുന്നത്. ഈ സ്റ്റെപ്പ് വരെ ഇറങ്ങി അങ്ങനോട് ഇറങ്ങിയാൽ പോകുന്നത്. അത് അക്കരയാണ് റോഡ്, വയൽ. ഓക്കെ. ഇനി നമ്മളെ ജൂലിയനെ കാണിച്ചു തരാം. അതായത് നമ്മളെ പട്ടിക്കുട്ടിയാണ്. 2 പേരുണ്ടായിരുന്നു. ഒരാള് സെറ്റ് പോയി കേട്ടോ, ടോബീസും ജൂലി. നമ്മളെ വീഡിയോയിലുണ്ട് എന്തായാലും കൂടെ. ഇപ്പോൾ ഒരാളുണ്ട് ജൂലി. ഒരു വയസ്സായി കേട്ടോ, അതുകൊണ്ട് 8.5 വയസ്സ് 10 വയസ്സിനകത്തായി. അമ്മയുടെയും അനിയത്തിയുടെയും പൂന്തോട്ടമാണ്. അവർ ഭയങ്കര ചെടികളോട് ഭയങ്കര ക്രൈസാണ്. രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്. അവർ നല്ല രീതിയിൽ നോക്കുവാണ്. ഇത് അവർ ഓർഡർ ചെയ്തേക്കാണ് തോട്ടപ്പടിയാണ്. പിന്നെ മുല്ല, മണിമുല്ല, അതൊക്കെ രണ്ടുകൂടെ ചേർന്ന് റെഡിയാക്കി വെച്ചേക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ വരുന്ന വഴി എന്നിട്ട് ഈ കാണുന്നത് നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ വണ്ടി വരുന്നില്ല കേട്ടോ. നമ്മളെ വണ്ടിയെല്ലാം റോഡിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇതുവഴി ഈ കാണുന്ന ബാക്കിൽ കാണുന്നത് മാമൻ്റെ വീടാണ്. മാമൻ്റെ വീടിൻ്റെ സൈഡ് വഴിയാണ് ഇപ്പോൾ അവർ കയറി പോകുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ആ വഴി കയറി നേരെ അതുവഴി കയറി ആ ഗ്യാറ്റും തുറന്ന് അവരുടെ വീട്ടിൻ്റെ സൈഡ് വഴി പോകും. ഇത് അവരുടെ പേരാണ്. ഇത് പണ്ട് നമ്മളെ വലിയച്ഛൻ്റെ പേരിടായിരുന്നു. ഇതിനെ ഇവർ മേടിച്ച് ഇപ്പോൾ അവർ വീട് വെച്ച് സ്ഥലങ്ങളൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ അത് അങ്ങോട്ട് പോകണ കുഴപ്പമില്ല. പിന്നെ താഴോട്ടൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ഇപ്പൊ റബ്ബറാണ്. നമുക്കിവിടെ ഭയങ്കര തണുപ്പാണ്. ഇപ്പോഴാണ് ഇങ്ങനെ ഇതായത് കേട്ടോ, റബ്ബറായത്. പണ്ട് ഇവിടെ മൊത്തം കൃഷിയായിരുന്നു. എൻ്റെ അറിവിലൊന്നും ഇല്ല കേട്ടോ, എനിക്കൊന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു. നമ്മളെ ഈ തൊട്ട് കാണുന്ന താഴത്തൊക്കെ പെരിടത്തിൽ അവിടെ ആ വയൽ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ ആ നെല്ല് വിതറുന്നതും നടന്നതും ഒക്കെ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മള് കുറച്ച് സ്ഥലമുള്ളെങ്കിലും നമ്മളെ എല്ലാ ഇതാണ് നമ്മളെ കിണർ. വീടിന്റെ മുറ്റത്തല്ലാതെ വീടിന് പണയില്ല കിണർ. ഇനി ആരെയൊന്നുമില്ല കേട്ടോ. അത് കിട്ടാൻ മാറി. പിന്നെ വേറെ നമ്മൾ പിന്നെ വീട്ടിനകത്തുള്ള കാഴ്ചകളൊക്കെ പിന്നെ കാണിച്ചു തരാം. ഇപ്പം നമ്മളെ പുറമേ ഉള്ള കാഴ്ചകളാണ് എടുത്തിരിക്കുന്നത്. അതായത് കണ്ട ഇതാരാണെന്ന് ഇപ്പം തുറക്കാൻ പോകുന്നത്. ഇതൊക്കെ തുറന്നു വരാക്കളെ. ആദ്യക്ക് പേടിയാണെന്ന് തോന്നുന്നത്. കണ്ട ഭയങ്കര ധൈര്യം. വന്നേറ്റി പറഞ്ഞോടോ
പൊടി പൊടി. വീഴ 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 ആദ്യപ്പെട്ടാ. ഇതാ നമ്മളെ വഴി കാണിച്ചു തരുന്നുണ്ട്. അവർക്ക് ഇപ്പൊ കാണിച്ചു തരും. ജോലിയുടെ ബാക്കെന്ന് പോയാൽ മതി. കംപ്ലീറ്റ് സ്ഥലം കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മൾ ഇറങ്ങിപ്പോണ വഴിയുണ്ട. അവരുടെ സ്ഥിരം വഴിയാണ്. നമുക്ക് 2 പട്ടിക്കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരാളെ മനസ്സിലായി. 2 പേരും ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അതിൽ ഒരാളായപ്പോഴത്തേക്ക് ഭയങ്കര അവർക്കൊരു ബുദ്ധിമുട്ടാണ്. എങ്ങനെ ഇരിക്കുന്നത് വേണ്ട. ഇത് വയലിലോട്ട് പോകുന്ന വഴിയാണ്. ഇതാണ് വയൽ. ഇവിടെയൊക്കെ കാടൊക്കെ കയറി കംപ്ലീറ്റ് നശിച്ചിരിക്കുന്നു. പണ്ടൊക്കെ അവിടെ കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ കൃഷിയൊന്നുമില്ല. കാട് കയറി ആകെ. ബാക്കൊക്കെ ആകട്ടെ. ഇങ്ങനെ കറക്കാനാ മതി തല. ഇങ്ങനെ ആക്ക്. ഓക്കെ തിരിഞ്ഞാണ്.